സ്തോത്രം ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പൗലോസ് ശീലാസ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് മതി. അവരെ ചന്തസ്ഥലത്ത് കൊണ്ടുവരുന്നു, അവരെ അടിക്കുന്നു, അവരെ തുണികൾ വലിച്ചു കീറുന്നു. പൗലോസിന് പിന്നെ അത് ശീലമാണ്, ശീലാസിനത് ശീലമല്ല, പൗലോസിൻ്റെ കൂടെ കൂടി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിനകത്ത് പരിശുദ്ധാത്മാവിനെ വളരെ ശ്രദ്ധിച്ച് പറഞ്ഞു തന്ന കാര്യം, പൗലോസിനോടൊപ്പം ശീലാസ് നിന്നു. പൗലോസെ, ഞാൻ നിൻ്റെ കൂടെ വന്നത് യേശുവിനെ അറിയാനാണ്. എനിക്ക് കിട്ടിയ അടിക്ക് ഒരു കൈയും കണക്കുമില്ല. എൻ്റെ കുടുംബക്കാരും വല്ലതും ഇതറിഞ്ഞ നാണം കെട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് വയ്യ. എന്നെ വിട്, ഞാനിവിടുന്ന് പോകുന്നു, നീയായി നിൻ്റെ പാടായി. ഏതൊരു വ്യക്തിയും പറയും. പക്ഷെ ശീലാസ് ഒരു വാക്ക് സംസാരിക്കാതെ പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ അതിശയിച്ചു. കാരണം ഞാനൊക്കെ ഒരുപാട് ക്രിമിനൽ കേസുകളിലും ജയിലിലുമൊക്കെ കിടന്നവനാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു വിഷയത്തെ ചെയ്യുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ചെയ്യുമ്പോൾ ഒരുമിച്ച് നിന്ന് ചെയ്തിട്ട് പോലീസ് പിടിക്കുമ്പോണ്ടല്ലോ ഫസ്റ്റ് എൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. അത് കുഴപ്പമില്ല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ച്, പൗലോസ് ഇത്രയും അടിയും ഒക്കെ കൊണ്ട് ശീലാസ് പൗലോസിനെ കുറ്റപ്പെടുത്തിയതായിട്ട് ഞാൻ ബൈബിളിൽ കണ്ടെത്തിയില്ല. ഇവനാണ് ഇതിനെല്ലാം കാരണക്കാരൻ, ഞാനല്ല, നിങ്ങൾ എന്നെ ചുമ്മാ എടുത്തിട്ട് അടിക്കല്ലേ എന്ന് പറയുന്ന പോലുള്ള ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങളൊന്നും അതിലില്ല. ശീലാസ് പൗലോസിനോടൊപ്പം ചേർന്ന് നിന്നു. ഹല്ലേലൂയ. അതിൽ നിന്ന് അവർ കാരാഗ്രഹത്തിനകത്ത് വരുന്നുണ്ട്. ആ കാരാഗ്രഹത്തിനകത്ത് വരുമ്പോഴും അവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ആമത്തിലിട്ട് പൂട്ടുമ്പോഴും ഒറ്റ വാക്ക്, ഒരു ആക്ഷനും ഇല്ല. പൗലോസ് ആരാധിക്കുന്നു, സ്തോത്രം, ശീലാസം കൂടെ ആരാധിക്കുന്നു. ഇന്ന് നമ്മുടെ സഭകളിൽ എത്ര പേരിങ്ങനെ ചേർന്ന് നിൽപ്പുണ്ട്, എത്ര പേര് സ്തോത്രം സഭയിൽ ഇങ്ങനെ ഒരുമനപ്പെട്ട് നിൽപ്പുണ്ട്, എത്ര പാസ്റ്റർമാർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അവർ ഭയങ്കര പ്രസംഗങ്ങളാണ്, ഐക്യതയെപ്പറ്റി പ്രസംഗിക്കും, അത് പ്രസംഗിക്കും, ഇത് പ്രസംഗിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, ഞാൻ ആ പാസ്റ്ററിനെ ഞങ്ങളവിടെ വിളിച്ചിരുന്നു, പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങളറിയാതെ ഞങ്ങളുടെ സഭയിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചു. നിങ്ങളറിയാതെ നിങ്ങളുടെ സഭയിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിക്കണത് എങ്ങനെ? അപ്പം നിങ്ങളുടെ വിശ്വാസികൾ എത്രത്തോളം ഉണ്ട്? പാസ്റ്ററെ, എൻ്റെ ഇന്ന് ഫോൺ നമ്പർ ചോദിക്കണം, ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിക്കേണ്ട ഒരു മാന്യത നിങ്ങളുടെ ചർച്ചിലുള്ള വിശ്വാസികൾക്കുണ്ട്. അവരത് ചെയ്യൂല. എന്ത് കാരണം? എൻ്റെ പാസ്റ്ററിനേക്കാളും നല്ലൊരു പാസ്റ്ററല്ലേ ഈ പാസ്റ്റർ എന്ന് പറഞ്ഞ് നിൽക്കും. അപ്പം തെറ്റ് വരുന്ന പാസ്റ്ററിനാണ്. ചെറിയൊരു തെറ്റ് പുള്ളിക്കാരനുണ്ട്. എന്തിനു ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്? എന്തോ കാര്യം? അവരവിടെ രണ്ടുപേരും ഒരുമിച്ച് നിന്നപ്പോൾ കാരാഗ്രഹം കുലുങ്ങി, ബന്ധനങ്ങൾ അഴിഞ്ഞു. ആ കാരാഗ്രഹത്തിനകത്ത് കെട്ടുന്ന വ്യക്തികൾ ഇന്നത് വരയ്ക്കും യേശുവിനെ അറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടു. 2, കാരാഗ്രഹ പ്രമാണി കുടുംബവും മാനസാന്തരപ്പെട്ടു. പത്രോസും യോഹന്നാനും ഒരുമിച്ച് നിന്നപ്പോൾ പറഞ്ഞൊരു പദം, ഞങ്ങളെ നോക്ക്. അവിടെ സംഭവിച്ചത് 40-41 വർഷം പഴക്കമുള്ളൊരു മുടന്തൻ ആലയത്തിൻ്റെ മുമ്പിൽ ഭിക്ഷയാചിച്ചിരുന്ന ഒരു മനുഷ്യൻ യേശുവിൻ്റെ നാമത്തിൽ ചാടി എണീറ്റു. 2 പേരെ കഴുതെ അഴിക്കാൻ വിടുന്നുണ്ട്. ആ 2 പേരും ഒരുമനപ്പെട്ട് പോവുകയാണ്. അവരവിടെ ചെന്ന് ആ കഴുതെ അഴിച്ച്, അവിടുത്തെ സ്തോത്രം മുതലാളി കേട്ടിട്ട്, ആർക്ക്? അത് യേശുവിന്. ശരി, കൊണ്ടുപോക്കോ. ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്തുവാ? ഐക്യത. ഇന്നൊരു പാസ്റ്ററിനെ നോക്കപ്പോഴും, ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഐക്യതയെ തകർക്കുന്ന സാത്താൻ്റെ തന്ത്രം. പക്ഷേ ഈ സാത്താൻ ഈ ഐക്യതയെ തകർക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് ഒരു വിദ്വേഷം ഉണ്ടെങ്കിൽ സാത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നീ ഇത്രയും പറഞ്ഞേച്ച് ഒരു തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് വേറെ ലെവലായി പോകും. കണ്ടോ? അപ്പോൾ ഞാൻ തുറന്നു കൊടുക്കുന്ന വാതിലിനകത്ത് കൂടെ സാത്താന് വരാൻ പറ്റും. ഊഹാഭോഗം. ആ കൊച്ച് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ആ കൊച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞതാണ്. ഇതെല്ലാം നമ്മുടെ മൈൻഡിലാണ് കിടക്കുന്നത്. പഴയ മനുഷ്യനെ അവനോട് കൂടി എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. ഇപ്പോൾ നിന്നെ നിയന്ത്രിക്കേണ്ടത് പഴയ മനുഷ്യനല്ല, കൂട്ടുകാരല്ല, പരിശുദ്ധാത്മാവാണ്. ഇവിടെ ഞാൻ 3 വിഷയം പറഞ്ഞു. 1, പൗലോസിൻ്റെ വിഷയം. 2, കഴുതെ അഴിക്കാൻ പോകുന്ന 2 പേര്. 3, യോഹന്നാനും പത്രോസും. ഇവരുടെ എല്ലാം ഐക്യത യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഇല്ല.
ഞങ്ങളിൽ ആരെന്നാണ് അവർ കേട്ടത്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അവരുടെ ഐക്യത, നമ്മൾ ഒരുമിച്ച് നിന്നാലേ സ്തോത്രം ദേശത്തെ പിടിച്ചെടുക്കാൻ പറ്റൂ. അതാണ് ഒരുവൻ വീണാൽ ഒരുവൻ താങ്ങണം. ഇന്ന് നമ്മളുടെ ഈ സഭകളിലെ മുഴുവൻ ഇതും എടുത്തു നോക്കുക. പണം ഉണ്ടെങ്കിൽ മാത്രമേ ഐക്യതയുള്ളൂ. പണമില്ലേ ഒരൈക്യതയുമില്ല. കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ പൗലോസും പറയുന്നില്ല, ശീലാസും പറയുന്നില്ല. അവർ ആഴങ്ങളിലേക്ക് പൗലോസ് ഇറങ്ങുന്ന അതേ സെയിംസിൽ ശീലാസ് ഇറങ്ങി. സംഭവിച്ചെന്താ? അവർ പ്രതീക്ഷിക്കാത്ത ആ ബന്ധനത്തെ പൊട്ടിച്ചു വിട്ടു. നിൻ്റെ കുടുംബത്തിൽ ഒരു ഐക്യത വേണം. നീ പോകുന്ന സഭയിൽ ഒരു ഐക്യത വേണം. ഹല്ലേലൂയ. ആരെ കുറ്റം പറയുന്നെന്ന് വിചാരിക്കരുത്. പാസ്റ്റേഴ്സ് മാത്രമല്ല, വിശ്വാസികളും ആഴത്തിലിറങ്ങിയേ പറ്റൂ. എന്തിനാ? നിന്നെ വിശ്വസിച്ച ആ സഭയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. നീ ഏത് ചർച്ചിൽ പോട്ടും. ചിലവരുണ്ട് ഈ സഭയിൽ നിന്ന് മാറി അപ്പുറത്ത് പോകും, അപ്പുറത്ത് മാറി ഇപ്പുറത്ത് വരും. ഈ സഭയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ പറയും, അവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെ നിങ്ങളുടെ കൂടെ നടക്കും? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നാണ് 1 കൊരിന്ത്യർ വായിക്കുമ്പോൾ പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ ആരെങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതെന്നാണ് പൗലോസ് കേൾക്കുന്നത്. അത് വായിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത്? ഇന്ന് നമ്മളുടെ സഭകളിലുള്ളത് ഈ പൈസ ഐക്യതയുള്ളൂ. ആത്മാർത്ഥ സ്നേഹമില്ല, ആത്മാർത്ഥ പ്രാർത്ഥനയില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ആത്മാർത്ഥമായുള്ള സ്തോത്രം, ആ സ്നേഹം, ആത്മാർത്ഥമായുള്ള ആ സ്നേഹം ഇവരങ്ങനെയല്ല. ഇവർ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ചന്തസ്ഥലത്ത്, കാരാഗൃഹത്തിനകത്ത്, വിധിക്കുന്ന സ്ഥലത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയാതെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടേ പറ്റുമെന്ന് പറഞ്ഞ് നിന്നതുകൊണ്ട് ദൈവം അവിടെ അത്ഭുതം ചെയ്തു. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്ക്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ നാമം മഹത്വപ്പെടുത്താനാണ്, തമ്മിത്തല്ലാനല്ല. അത് നിങ്ങൾ തന്നെ ഉടച്ചേ പറ്റൂ. നിങ്ങൾ തന്നെ അതിന് വിടുതലെടുത്തേ പറ്റൂ. ഷീലാസിനെ നോക്ക്, അവർ ഒരുമിച്ച് നിന്നു. ഷീലാസ് ശ്രദ്ധിക്കത്. ഹല്ലേലൂയ, സ്തോത്രം. ചുമ്മാ നമ്മൾ എന്തെങ്കിലും കിടന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഷോ കാണിച്ചിട്ട് കാര്യമില്ല. ജീവിക്കണം. ഹൃദയത്തിൽ നല്ല സ്നേഹം ഉണ്ടാവണം. ഇത് സ്തോത്രം. നമ്മളെ കാണുമ്പോൾ തന്നെ മുഖം വെട്ടിച്ച് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നിട്ട് അവർ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. കുറ്റപ്പെടുത്തണമല്ല. നിൻ്റെ ഹൃദയത്തിൽ എന്താണുള്ളത് അത് നിൻ്റെ വാ പ്രസ്താവിക്കുക. ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ നിൻ്റെ ഹൃദയം ദൈവവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം. അവിടെ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരും. അയ്യോ കാരാഗ്രഹമാണ്, ഞാൻ വരുന്നില്ല കേട്ടാ പൗലോസെ എന്ന് പറഞ്ഞില്ല. സ്പോട്ടിൽ വന്നു. അത് ഷീലാസ് വേറെ റൂട്ടിൽ നിൽക്കും എന്നും പറഞ്ഞില്ല. ഒരുമിച്ച് നിൽക്കേ. പ്ലീസ് പറഞ്ഞത് കേൾക്കും. ഒരുമിച്ച് നിൽക്കേ. ദൈവം വലിയ അത്ഭുതം ചെയ്യും. ഈ വാക്കുകളാൽ, വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് നിൽക്കേ. വീണ്ടും അതാ പരിശുദ്ധാത്മ പറഞ്ഞേ, ഒരുമിച്ച് നിൽക്കേ. സഭ വളരണോ? ഒരുമിച്ച് നിന്നേ പറ്റൂ. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ പറ്റൂ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.